സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര തിരുവാമായ എന്ന് പറയുന്ന ഒരു കോട്ടയിലേക്കാണ്. എൻ്റെ പുറകിൽ ആ കോട്ട കാണുന്നുണ്ട്. ഈ കോട്ട ട്രിച്ചിന്ന് നമ്മുടെ ചെട്ടിനാട് പോകുന്ന വഴിക്കാണ്. ഏകദേശം പുതുക്കോട്ടയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ബാക്കിലായിട്ടാണ് ഈ ഒരു കോട്ട വരുന്നത്. ചെട്ടിനാട് നിന്ന് ഒരു 10 കിലോമീറ്ററും. നമ്മുടെ ചെട്ടിനാട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോട്ടയിൽ കൂടി നമുക്ക് പോവാം. ഹൈവേൻ്റെ അടുത്ത് തന്നെയാണ് കോട്ട. കണ്ടിട്ടൊരു വലിയ കോട്ടയാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ടിക്കറ്റിൻ്റെ ചാർജ് 25 രൂപയാണ്. സാധാരണ എല്ലായിടത്തും നമ്മുടെ സ്കാൻ ഫെസിലിറ്റിയാണ് കേരളത്തിലൊക്കെ ഉണ്ടായത് മുന്നേ. ഇവിടെ ആ ഒരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് നോർമലി ടിക്കറ്റ് എടുക്കാം. നമ്മുടെ കോട്ടയുടെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് മോശമില്ലാത്തൊരു കോട്ടയാണെന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ കോട്ടയിൽ കാണാനുള്ളതെന്ന്. ഇനി നമുക്ക് മെല്ലെ കോട്ടയിലേക്ക് കയറാം. നിലവിലിവിടെ മോശമില്ലാത്ത ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടായിരുന്നു വരുമ്പം. ഇവിടെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഈ സ്റ്റെപ്പ് പാറ, അതായത് ഈ പാറ കൊത്തിയെടുത്ത സ്റ്റെപ്പുകളാണ് ഇത്. അതുവഴി മെല്ലെ മെല്ലെ നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ കോട്ടയാണിത്. ഇനി അടുത്തൊരു കോട്ട പ്ലാനുള്ളത് നമ്മുടെ വെല്ലൂർ കോട്ടയാണ്, തമിഴ്നാട്ടിലെ. അവിടെ ഇപ്പം ഈ പറയുന്നത് പോലെ വെള്ളി ശനി ഞായറൊക്കെ ലീവാണോ എന്നൊന്നും അറിയത്തില്ല. അതിപ്പോൾ ഈ കോട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവരോടൊന്ന് ചോദിക്കണം പൊതുവേ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന്. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കില്ല ആ കോട്ടയിലും ഉണ്ടാവുക കാര്യങ്ങൾ. അത് വലിയൊരു കഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് ഈ 3 ദിവസത്തെ നഷ്ടമാണല്ലോ വരുന്നത്. കാരണം സൈക്കിളിൽ പോകുമ്പോൾ ഈ 3 ദിവസം കൊണ്ട്, ശരിക്കും ബൈക്കിൽ പോകുന്നവർക്കാണെങ്കിൽ ധാരാളം കഷ്ടമാണ്. ഇപ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ ഏവറേജ് ഒരു 10-350 ഗ്യാപ്പിൽ ഇട്ട് പോകണം. എന്നാലേ നമുക്കത് ഈ 3 ദിവസം കൊണ്ട് കവർ ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതാണ് കോട്ടയുടെ മുകൾ ഭാഗം. ആൾക്കാരുണ്ട് ഇവിടെ. ഇതിൻ്റെ ചുറ്റും നിന്ന് കഴിഞ്ഞ് ഒരുവിധം ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുമെന്ന് തോന്നുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചാലും അത്ര വലിയൊരു കോട്ടയല്ല. പഴയകാലത്തെ ചരിത്രങ്ങളേറെയുള്ള ഒരു കോട്ടയായിരിക്കാം. പക്ഷെ ഇത് മൊത്തം ഒരു കോട്ടയെന്നുള്ളതിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നൊന്നുമില്ല. ഇവിടെ വലിയൊരു പാറേൻ്റെ മുകളിൽ ഉള്ള ഒരു താവളം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കോട്ടേൻ്റെ ഇത് കണ്ടിട്ട്. കാരണം മൊത്തം പാറക്കൂട്ടങ്ങളേ ഉള്ളൂ. മൊത്തം പാറക്കൂട്ടങ്ങൾക്ക് സൈഡായിട്ട് ഒരു ബൗണ്ടറി പോലെ ഇങ്ങനെ കെട്ടിയത് മാത്രം. അതാണ് എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നിയത് ഈ ഒരു കോട്ടയിൽ. പിന്നെ എന്താണ് നമ്മുടെ ഈ ഒരു റൂട്ടിൽ ഇതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ ഇതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട്. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് കയറാം. ഇവിടെ മനോഹരമായ ഒരു കുളവും കൂടിയുണ്ട്. നല്ല ആഴമില്ല കൊള്ളാൻ തോന്നുന്നു. അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് ഈ ഗേറ്റൊക്കെ ഇട്ട് മൂടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു റൂട്ടിൽ, അതായത് ചെട്ടിനാട്, ആത്തൻകുടി, കാരക്കുടി റൂട്ടിൽ ഇതുവഴി പോകുമ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് കയറാം. ഒരു കോട്ടയിലെ ഒരു കാഴ്ചകൾ കൂടി നമുക്ക് ആസ്വദിക്കാം.
പിന്നെ നല്ല ഒരുപാട് ഉൾഗ്രാമങ്ങൾ നല്ല ഉണ്ട്. അതൊക്കെ ആ ഒരു മൈൻഡിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് നല്ല തുള്ളി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് കയറണ്ടേ. എങ്ങനെ കയറുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. തൽക്കാലം നമുക്ക് ഇതിലേ ഒന്ന് ഇറങ്ങാൻ തോന്നും. അങ്ങനെ റിസ്ക് എടുത്ത് കയറാനൊന്നും പറ്റത്തില്ല. ഇവിടെയാണെങ്കിൽ ഈ ഒരു മണ്ണ് ഇട്ട ഒരു കൂന വഴി മെല്ലെ നമുക്ക് ചവിട്ടാം. ഇവിടെ ആരും കയറിയിട്ട് കാണുന്നൊന്നുമില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി. ഇതാണ് ഈ കോട്ടയിൽ നിന്നുള്ള ചുറ്റുമുള്ള കാഴ്ചകൾ. അതിമനോഹരമാണ്. മനോഹരമായ ഒരു തടാകം ഇതിൻ്റെ മുന്നേ തന്നെയുണ്ട്. അങ്ങ് ദൂരെ ഒരു ഹൈവേ ഉണ്ടോ, അതുവഴിയാണ് നമുക്ക് പോകേണ്ടത് തിരിച്ച് ട്രിച്ചിയിലേക്ക്. നല്ല വയലാണ്. എനിക്കൊന്ന് ഈ ഒരു ഏരിയ തന്നെയുള്ള ഏറ്റവും ഹൈറ്റുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു സ്ഥലം. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു കോട്ട കെട്ടിയിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടി, അതായത് ഈ കോട്ടയുടെ പുറംഭാഗത്ത് കൂടി ഒരു ബൗണ്ടറി ആയിട്ട് മുന്നേ ഇത് കെട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആ കാണുന്നത് കണ്ടോ, ആ തടാകത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കണ്ടോ, അതിൻ്റെ നടുക്ക് റോഡ് വന്നേ ഉള്ളൂ. ആ പണ്ടത്തെ രാജവീതി ആവാം ചിലപ്പോൾ. അതിൻ്റെ ബാക്കിയാണിതാ ആ കാണുന്നത്. ആ റോഡ് വന്നത് പണ്ടത്തെ നമ്മുടെ രാജവഴികളായിരിക്കും. ഈ ചുറ്റോട് ചുറ്റും ഇതുപോലത്തെ മതിൽക്കെട്ടുകളുണ്ട്. അത് പൊളിഞ്ഞതാണ് കുറേ ഭാഗം, ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. നോക്കുമ്പോൾ നൈസായിട്ടൊന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി പോവാം. അവിടെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ തുള്ളി, അവിടെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടാണ് അവിടെ ഇപ്പം പോവാതിരുന്നത്. നമുക്കുമെല്ലാം അങ്ങോട്ടേക്ക് നടക്കാം. നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാം. ഇതിൻ്റെ നടുക്കായിട്ടൊരു പിരങ്കി കാണുന്നുണ്ട്, ഏറ്റവും ഉയരമുള്ള ഭാഗത്ത്. ഇവിടെ സൈഡ് മാറിയൊന്നുമില്ല, അതുകൊണ്ട് സേഫ്റ്റിക്ക് വലിയ പ്രശ്നം തന്നെയാണ്. സ്റ്റെപ്പിറങ്ങി പോകുന്ന കാണിക്കുന്നുണ്ട്, എവിടത്തേക്കാണെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അവിടെ ഒരു ഏണിയൊക്കെ ഉണ്ട്. പാറേൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും അറിയത്തില്ല. അമ്പലോ അല്ലെങ്കിൽ മറ്റവശിഷ്ടങ്ങളോ. അവിടെ പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അവിടെ ബ്ലോക്കായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല, എങ്കിലും നമുക്കൊന്ന് കയറി നോക്കാമല്ലേ. എന്താണിത് സംഭവമെന്ന് നമുക്ക് കാണണമല്ലോ. ഒരമ്പലമാണ് കേട്ടോ. ഇവിടെ ഈ പാറേൻ്റെ ഇടയിൽ ഒരു ശിവക്ഷേത്രമാണ്. ഒരു ശിവക്ഷേത്രമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ തൽക്കാലത്തേക്ക് ചെരുപ്പ് ഊരിക്കളഞ്ഞു. ഒരു മനോഹരമായ ഒരു ശിവലിംഗമാണ്. പാറേൻ്റെ ഇടയ്ക്കില്ല ഒരു മനോഹരമായ ഒരു ശിവലിംഗം. ഞാൻ കയറിയുണ്ട്. ഇത് രണ്ട് കുട്ടികളിപ്പോൾ മുകളിൽ കയറുന്നുണ്ടല്ലോ. അവർ കയറി നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാനൊന്ന് കയറിയപ്പോൾ അവർക്കും ആവേശമായി. അവരെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരും കയറിയിരിക്കുകയാണ്. വലിയൊരു പാറക്കൂട്ടം.
അങ്ങോട്ടൊക്കെ കച്ചറ ഏരിയ ആണ് ലക്ഷണങ്ങൾ കണ്ടിട്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം അങ്ങോട്ടേക്കൊന്നും പോകണ്ട. ഇതുവഴി മുകളിലേക്ക് കയറാൻ പറ്റും എന്ന് തോന്നുന്നു. നമുക്ക് ഇതുവഴി ഒന്ന് നൈസായിട്ടൊന്ന് മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഓഹോ യെസ്, ഇതുവഴി നമ്മളിപ്പം കയറി. എവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ കയറുകയാണ്. ഇവിടുന്ന് കയറാൻ പറ്റിയില്ലെങ്കിലാണ് പണി വാളുക. ഇവിടുന്ന് കയറാൻ പറ്റത്തില്ല, റിസ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് തന്നെ പോകേണ്ടി വരും. എങ്കിലും ഇവിടെ നിന്ന് ഞാൻ ഒന്ന് കയറി നോട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ കയറി ശിവലിംഗം ആടിയാന്നുള്ളത് കേട്ടോ. നമ്മിത് അതുവഴി വന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി അവിടെ കയറി ഇതിൻ്റെ താഴേറ്റം വന്ന് ഈ പാറമലെത്തി. ഈ മരം പിടിച്ചിട്ടാണ് ഞാൻ കയറിയത്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാൻ നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള. ഇവിടെ വേറെ എന്തോ ഉണ്ട്, അതവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഫുൾ പാറക്കൂട്ടങ്ങളുടെ കലാപരിപാടി തന്നെ. ഇനി നമുക്ക് തിരിക്കാം. ഇനി നമുക്ക് തിരിച്ച് മുകളിലോട്ടേക്ക് പോവാം. ഒരു പനയുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ, ഒറ്റക്കായി നിൽക്കുന്ന ഒരു പന. സുഹൃത്തുക്കളെ, ഈ കോട്ടയിൽ നിന്ന് നമുക്ക് തൽക്കാലം വിടവാങ്ങ്. ഇനി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക്. ഓക്കെ, അപ്പോൾ ബായ്.